ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം മധുശ്രീ മുഖർജി എന്ന ബംഗാളി റൈറ്റർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ തർജ്ജമയാണ് ബഹുമാനപ്പെട്ട പി നാരായൺജി മൊഴിമാറ്റം നടത്തിയത്. അത് ഇന്നത്തെയും എന്നല്ല എക്കാലത്തെയും റിലവൻ്റായൊരു വിഷയം തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യ ഇരുളടഞ്ഞ കാലം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് ഒരുപക്ഷെ നമ്മൾ വിഭജന സമയത്തായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരന്തം നമ്മൾ നേരിട്ടത് എന്നായിരിക്കും. പക്ഷേ ഇതിനേക്കാൾ ഉപരി ലോകമഹായുദ്ധം, ബംഗാൾ ക്ഷാമം, ബംഗാൾ വിഭജനം, ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് വൈസ്രോയിയുടെ നടപടികൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വിഭജന ദുരന്തത്തേക്കാൾ ഭയാനകമായൊരു അന്തരീക്ഷമായിരുന്നു ബ്രിട്ടീഷുകാരിവിടെ സൃഷ്ടിച്ചത് എന്നത് കാണാം. ഇതൊരു പക്ഷേ മധുശ്രീ മുഖർജിയുടെ ഡാറ്റകൾ, ഈ 400ഓളം പേജ് വരുന്ന ഈ പുസ്തകത്തിലെ ഡാറ്റകൾ പി നാരായൺജി വളരെ വിദഗ്ധമായി പരിഭാഷപ്പെടുത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒരുപക്ഷെ ഇതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിന് മുമ്പോ തൊട്ടു മുമ്പോ ശശി തരൂർ ഓക്സ്ഫോർഡ് യൂണിയനിൽ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ കൊള്ള ചെയ്ത ഇന്ത്യൻ സമ്പത്തിനെക്കുറിച്ച്. അതൊരുപക്ഷെ ശശി തരൂർ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു വിദഗ്ധമായൊരു സാമ്പത്തിക നഷ്ടത്തെപ്പറ്റിയായിരുന്നു. നമ്മുടെ GDP ബ്രിട്ടീഷ് തിരിച്ചു തരണമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അത് വളരെയധികം കോളിലൊക്കെ സൃഷ്ടിച്ചു, വിവാദമായി. അത് മധുശ്രീ മുഖർജിയുടെ പുസ്തകത്തിൽ ഡാറ്റ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്പത്തിക ചൂഷണവും അപവ്യവസായവൽക്കരണവും ധനസഹായം നൽകി. 1-ാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് യുദ്ധശ്രമത്തിന് ഇന്ത്യക്കാരുടെ നിർബന്ധിത സംഭാവന, ക്ഷാമം തുടങ്ങിയ കൊളോണിയൽ ഭരണത്തിൻ്റെ മറ്റ് പ്രതികൂല ഫലങ്ങളുണ്ടായി. നഷ്ടപരിഹാരമായി അടുത്ത 2 നൂറ്റാണ്ടുകളിലേക്ക് ബ്രിട്ടൻ പ്രതിവർഷം 1 പൗണ്ട് സ്റ്റെർലിംഗ് നൽകണം. ലോകമഹായുദ്ധത്തിൽ ഇന്ത്യക്കാരെ, എന്തിനധികം പറയുന്നു, നമ്മുടെ മലയാളികളെ പോലും എത്രയോ ആയിരങ്ങൾ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ചേർന്ന് മരണം വരിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ അന്നത്തെ നെഹ്റുവിൻ്റെ കോൺഗ്രസ്സിന് സാധിച്ചു ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ. അതിൻ്റെ വിരോധാഭാസം എന്ന് പറയട്ടെ, INA സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ വിദേശത്ത് നിന്ന് പോരാടുകയും ചെയ്തു. അങ്ങനെ പതിനായിരങ്ങളാണ്, ലക്ഷങ്ങളാണ് ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. ആർക്ക് വേണ്ടി? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി. ഇംഗ്ലണ്ടിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, ഇംഗ്ലണ്ടിലേക്ക് സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടെ കോമൺവെൽത്ത് പോലും ഇംഗ്ലണ്ടിന് വേണ്ടിയായിരുന്നു വസ്ത്രങ്ങളും സാമഗ്രികളും കയറ്റുമതി ചെയ്തത്. അങ്ങനെ എന്തിനധികം പറയും, നമ്മുടെ റെയിൽവേ പോലും, അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ബംഗാൾ ക്ഷാമം, ബംഗാൾ വിഭജനം, ലോകമഹായുദ്ധം, ഈ വിഭജന ദുരന്തം പോലും ഇതൊന്നും നമ്മുടെ സിലബസുകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ലോകമഹായുദ്ധ കാലത്ത് എത്ര ലക്ഷങ്ങൾ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് മരണം വരിച്ചു. അതിൻ്റെ സ്മാരകം വിദേശ രാജ്യങ്ങളിലാണ് കിടക്കുന്നത്. ഇതൊന്നും നമുക്ക് വിശദമായി പഠിക്കാനുള്ള അവസരം നമ്മൾ സിലബസിൽ കാണുന്നില്ല. ബംഗാൾ ക്ഷാമം ഒരു പരാമർശം മാത്രം, ബംഗാൾ വിഭജനം ഒരു പരാമർശം മാത്രം. എന്നാൽ ചർച്ചിൽ എന്ന മനുഷ്യൻ, ബ്രിട്ടീഷ് വൈസ്രോയി, ഗാന്ധിജിയെ പറഞ്ഞത് ഇനിയും ആ മനുഷ്യൻ മരിച്ചില്ലേ എന്നാണ്. ഗാന്ധിജി ഉപവാസം നടത്തുന്ന സമയത്ത് അത്ര കുരുടനായൊരു വ്യക്തിയായിരുന്നു ചർച്ചിൽ. അങ്ങനെ ചർച്ചിൽ, ആ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത ഒരു വിദഗ്ധമായ പഠനാർഹമായ ഒരു പുസ്തകം മലയാളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ല. അതാണ് മധുശ്രീ മുഖർജിയുടെ ഈ പുസ്തകം ബഹുമാനപ്പെട്ട പി നാരായൺജി ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് വിഭജന ദുരന്തത്തിൽ നാം അനുഭവിച്ച ദുരന്തത്തെക്കാളുപരി, വിഭജന ദുരന്തവും ഇതിൽ പരാമർശമുണ്ട്, ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ടതും പിന്നെ വഴിയാധാരമായ കഥകൾ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ദുരന്തം. നമ്മുടെ ധാന്യങ്ങളും കൃഷിയും മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് കടത്തുക, മരങ്ങൾ കടത്തുക, അവരുടെ കൊട്ടാരങ്ങൾ പണിയുന്നതിന് വേണ്ടി, അങ്ങനെ എല്ലാം ഇവിടുന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോയതിനെയാണ് ശശി തരൂർ പറഞ്ഞത് അവർ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരണമെന്ന്. അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ ഇത് വളരെ വിദഗ്ധമായി വൈദഗ്ധ്യത്തോടെ ശശി തരൂർ ഡാറ്റ വെച്ച് പറയുന്നതിന് ആധാരമായൊരു ഗ്രന്ഥം കൂടിയായിരിക്കാം ഒരുപക്ഷെ മധുശ്രീ മുഖർജിയുടെ ഈ പുസ്തകം.
അങ്ങനെ ഇരിക്കുന്ന ഈ സമയം സാധാരണ നമ്മൾ വളരെ ഉപരിപ്ലവമായി പറയാറുണ്ട്, ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഞങ്ങളെ ചൂഷണം ചെയ്തു, വിഭജന സമയത്ത് നമ്മൾ ദുരന്തത്തിലേർപ്പെട്ടു, ബംഗാൾ ക്ഷാമത്തിൽ ഫേമിനുണ്ടായ സമയത്ത് ജനലക്ഷങ്ങൾ പട്ടിണിക്കിരിയായി, ധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഭക്ഷണം ഇല്ലാതായി. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉപരിപ്ലവമായി പറയും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഡാറ്റ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കോടി ജനങ്ങൾ, അങ്ങനെ എല്ലാ ഡാറ്റകളും വിദേശ രാജ്യങ്ങളിൽ പോയി കലക്ട് ചെയ്ത് കോമൺവെൽത്ത് റെക്കോർഡിൽ നിന്ന് കലക്ട് ചെയ്തിട്ടാണ് മധുശ്രീ മുഖർജി ഈ ഗ്രന്ഥം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് മലയാളത്തിന് ആദ്യമായിട്ട് പി നാരായൺജി ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പി നാരായൺജി ഏകദേശം 10-15 കൊല്ലം മുമ്പ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ബുക്സ് കോഴിക്കോട് ഈ 2023 ഇത് പ്രകാശനം ചെയ്തത്. വളരെയധികം വായനക്കാർ ഇതിനകം ഈ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് നമുക്ക് വ്യക്തമായി പറയാം, ശശി തരൂർ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്നും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പ്രചാരമായി ഈ പുസ്തകത്തിലെ കണ്ടൻറ്റുകളെ പ്രചരിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരോട് തുറന്നു പറയുന്നുണ്ട്, നിങ്ങൾ തുക തിരിച്ചു തരണം ഇന്ത്യക്ക് എന്ന്. അതുകൊണ്ട് ഈ പുസ്തകത്തിനൊരു പ്രത്യേകത, കേരളത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം കോൺഗ്രസ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടിയവരാണ്. അതേസമയം നേതാജി ഈ സമയത്ത് വിദേശത്ത് നിന്ന് ബ്രിട്ടീഷിനെതിരെ പോരാടിയത് കൂടിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പുസ്തകത്തിനുള്ള റിലവൻറ്റ് അവർക്ക് അരോചകമായിരിക്കും. ഇന്നും ഇത്ര നാളും ഭരിച്ചിട്ടും കോൺഗ്രസ് ഭരണകൂടം ഉണ്ടായിട്ടും അവർ ബ്രിട്ടീഷിനോടോ ബ്രിട്ടൻ ഗവൺമെൻറ്റിനോടോ ഇംഗ്ലണ്ടിനോടോ ഈ കാര്യം സൂചിപ്പിച്ചില്ല. പക്ഷേ ശശി തരൂർ എന്തുകൊണ്ടോ വിദേശ രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രചാരം ഇതിന് നൽകുന്നുണ്ട്, ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിന്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇന്നും റിലവൻ്റാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.